ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ചിലരുണ്ടാകും സോഷ്യൽ മീഡിയയിൽ ഒരിക്കലൊന്നും പോസ്റ്റ് ചെയ്യാത്തവർ. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളും അങ്ങനെയായിരിക്കും അല്ലേ? ഫോട്ടോ ഇടില്ല, സ്റ്റാറ്റസ് ഇടില്ല, ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ? ഷൈ മാത്രമാണോ ഇതിന് കാരണം? പിന്നിൽ ചില ശക്തമായ സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? എന്തൊക്കെയാണ് ആ കാരണങ്ങളെന്ന് നോക്കാം. ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യൂ. ഫസ്റ്റ് വൺ, ദേ വാല്യൂ പ്രൈവസി. അവർക്ക് സ്വകാര്യത വിലമതിക്കുന്നതാണ്. ചിലർക്ക് അവരുടെ ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ വിലയിരുത്തുന്നത് ഇഷ്ടമല്ല. അവർക്ക് മൈ ലൈഫ് ഈസ് പേഴ്സണൽ, നോട്ട് ഫോർ ഡിസ്പ്ലേ എന്നൊരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പ്രൈവസി കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. അടുത്തതെന്ന് പറയുന്നത് ലോ സോഷ്യൽ കമ്പാരിസൺ. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാത്തവർ. സൈക്കോളജി പ്രകാരം കുറച്ച് പോസ്റ്റ് ചെയ്യുന്നവരുടെ സെൽഫ് എസ്റ്റീം സാധാരണയായി ഹൈ ആയിരിക്കും. അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഇംപ്രസ് ചെയ്യണമെന്ന താല്പര്യമുണ്ടാകില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ്. അമിതമായി ചിന്തിക്കുന്നവരായിരിക്കും. എന്നെക്കുറിച്ച് ആരെ എന്തെങ്കിലും നെഗറ്റീവ് ചിന്തിച്ചാൽ എന്തായിരിക്കും? ഇത് പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ? ഇങ്ങനെ ഓവർ തിങ്കിങ് കാരണം അവർ സേഫ് സൈഡായിട്ട് ചൂസ് ചെയ്യും. അവരൊന്നും പോസ്റ്റ് ചെയ്യില്ല. അടുത്ത ഒരു കൂട്ടം ആൾക്കാർ ഒബ്സർവർ പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കും. അതായത് സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഇത്തരക്കാർ സൈലൻ്റ് ഒബ്സർവേഴ്സ് ആണ്. മറ്റുള്ളവരുടെ എല്ലാം കാണുകയും ലൈക്ക് ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ പോസ്റ്റെല്ലാം നിരീക്ഷിക്കുകയും ചെയ്യും ഡീപ്പായിട്ട്. എന്നാൽ ഇവരുടെയൊന്നും പോസ്റ്റ് ചെയ്യുകയുമില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദേ ആർ മോർ പ്രസൻറ്റ് ഇൻ റിയൽ ലൈഫ്. അവർക്ക് സോഷ്യൽ മീഡിയയേക്കാൾ അല്ലെങ്കിൽ ഓൺലൈൻ വാലിഡേഷൻ ആവശ്യമില്ല. അവർക്ക് ഓഫ്ലൈൻ ലൈഫായിരിക്കും കൂടുതൽ ചൂസ് ചെയ്യുന്നത്. അവർക്ക് റിയൽ കണക്ഷനും ഓഫ്ലൈൻ ലൈഫും ക്ലോസ് ഫ്രണ്ട്സും ഇവയാണ് പ്രധാനം. ഓൺലൈൻ വാലിഡേഷൻ അവർക്ക് ആവശ്യമില്ല എന്നുള്ള ഒരു മനസ്ഥിതിയായിരിക്കും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മിനിമലിസ്റ്റിക് മൈൻഡ് സെറ്റ്. കണ്ടൻറ്റ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ലൈഫ് ഗ്ലറ്ററായി കാണും. അവരുടെ തോട്ട് എന്ന് പറയുന്നത് ലെസ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മോർ പീസ് എന്ന ഒരു ബിലീഫാണ് അവർക്കുണ്ടാവുക. ഇത്തരക്കാർക്ക് ഒരു സ്പെഷ്യാലിറ്റിയും കൂടിയുണ്ട്. സെൽഫ് കൺട്രോൾ കൂടുതലായിരിക്കും. സ്റ്റഡീസ് പ്രകാരം കുറച്ച് പോസ്റ്റ് ചെയ്യുന്നവർക്ക്, സോഷ്യൽ മീഡിയ അഡിക്ഷൻ കുറവുള്ളവർക്ക് അവരുടെ മൈൻഡ് സ്റ്റേബിളും ഫോക്കസ്ഡ് ആവുകയും കൂടുതലാണെന്നാണ് കാണപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിൽ സൈലൻ്റ് ആയവർ ഷൈനസ് കൊണ്ട് മാത്രമല്ല, അവർക്ക് സ്ട്രോങ്ങർ മൈൻഡ് സെറ്റും ഡീപ്പ് തിങ്കിങ്ങും പ്രൈവസി വാല്യൂയും ഇവ കൂടുതലാണ്. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇങ്ങനെയുള്ള ഒരാളെ കാണുമ്പോൾ അവരെ ഇനാക്റ്റീവ് എന്ന് വിളിക്കേണ്ട, അവർക്ക് ആക്റ്റീവ് മൈൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളും ഈ കൂട്ടത്തിലുള്ള ആളാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.